ഉപകരിക്കുക എന്താ ഞാൻ പറഞ്ഞത് വയടണ്ടല്ലോ, ഉപേക്ഷിക്കുക. സോറി, ഞാൻ ലഹരി ഉപയോഗിക്കുന്ന കേട്ടോ. ലഹരി ഉപേക്ഷിക്കുക. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ സ്വന്തം ജാഫർക്ക ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ സൗണ്ട് നേരെ ജാഫർക്കയുടെ സൗണ്ടിലേക്ക് അങ്ങോട്ട് മാറി. ഇതെല്ലാം മിണ്ടായിരിക്കണേ. എടാ ജാഫറാണ് കയ്യിരിക്ക, ചുമ്മാ ഇരിക്കുവാണ്. ഇത് മണിയെക്കുറിച്ച് ഒരുപാട് ഓർമ്മകളുണ്ട്. ഞങ്ങൾ ഒരുപാട് വേദികൾ പങ്കിട്ട ആൾക്കാരാണ്. ഞങ്ങളെ കലാഭവനിൽ ഒരുമിച്ചുണ്ടായിരുന്നു. നാരായണൻകുട്ടി ഉണ്ടായിരുന്നു. നാരായണൻകുട്ടി അന്ന് എപ്പോഴും എടാ ഞാനേ അങ്ങനെ സംസാരിക്കുന്ന ആളല്ല എന്ന് പറയുന്ന ആളാ. ഞാൻ നാരായണൻകുട്ടി എനിക്ക് ചെയ്യട്ടെ. നാരായണൻകുട്ടി ചേട്ടൻ ചെയ്തിട്ട് ഞാൻ അവസാനിപ്പിക്കാട്ടോ. ഈ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ ചേട്ടാ, അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ ചോദിച്ചു നാരായണൻകുട്ടി ചേട്ടൻ എങ്ങനെയാണ് സിനിമയിലേക്ക്. അത് ദിലീപനെ സിനിമ വന്നു. ദിലീപിനെ കാണാൻ ഞങ്ങൾ ദിലീപിനെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ ദിലീപ് ചേട്ടൻ കേട്ടാ. അപ്പം ഞാൻ മുക്കാമണിക്കൂർ സംസാരിച്ചു. ദിലീപേനായിട്ട് സംസാരിച്ചു. അല്ല മണിയുടെ പേരിൽ കിട്ടിയ അവാർഡ് ഒന്ന് കൈയടിച്ചു പിള്ളേരെ. ഓക്കെ, ഇതിപ്പോൾ പഠിച്ച കേട്ടോ. ഇനി ഞാൻ ചെയ്തത് ഒരു ഇമോഷണൽ സാധനം. കൊല്ലം സുധിച്ചേട്ടൻ്റെ സൗണ്ട് എടുത്താണ് ഞാൻ വന്നത്. അപ്പം പുള്ളിയുടെ സൗണ്ട് എടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ സൗണ്ട് നമ്മുടെ ജോൺ പോൾ സാറിൻ്റെ സൗണ്ടും എടുത്തിട്ട് ഞാൻ അവസാനിപ്പിക്കാം. കൊല്ലം സുധിച്ചേട്ടൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും സംസാരിക്കുക. ഓക്കെ ഓക്കെ അല്ലേ? ഈ ചേട്ടൻ ഭയങ്കര സപ്പോർട്ടാട്ടോ. ആ ചേട്ടൻ നല്ല കൈ കൊടുക്കണം. ആ ചേട്ടൻ എന്തോ ഉള്ളിലൊരു കലാകാരനാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുധിച്ചേട്ടനാണ്. മക്കളെ സുഖമല്ലേ? മണിച്ചേട്ടനെ കണ്ടാണ് ഞാൻ ഈ മിമിക്രി രംഗത്തേക്ക് വന്നത്. അതുകൊണ്ട് അധികം സംസാരിച്ച് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് കലാവിരുന്നുകൾ ഉള്ളതുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ശരിക്കും ഇമോഷണലാണ് കാര്യങ്ങൾ. ഇങ്ങനെയുള്ള ചടങ്ങുകൾ എന്നും മണിച്ചേട്ടൻ്റെ ഓർമ്മയായിട്ട് എപ്പോഴും വേണം. ഇത് ആജീവനാന്തം കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, താങ്ക് യു. ഞാൻ ജയകാചിത്രം സിനിമയിൽ നമ്മുടെ ജോൺ പോൾ സാറിന് അറിയില്ല നിങ്ങൾക്ക്? ആ സാറിൻ്റെ സൗണ്ട് ഒന്ന് എടുക്കാം. കാതോട് കാതോട് സിനിമയുടെ എപ്പിസോഡായിരുന്നു. അപ്പം ഞാൻ